നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചെന്ന അതിജീവിതയുടെ ആരോപണം ശരിവെച്ച് ജില്ലാ ജഡ്ജിയുടെ വസ്തുതാന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നിരുന്നു. അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദ്, ജില്ലാ ജഡ്ജിയുടെ PA മഹേഷ്, വിചാരണ കോടതി ശിരസ്തദാർ താജുദ്ദീൻ എന്നിവർക്കെതിരെയാണ് കണ്ടെത്തൽ. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നെന്ന ആരോപണത്തിൽ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നത്. അതിജീവിതയുടെ ആരോപണം ശരിവയ്ക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിലുള്ളത്. 3 കോടതികളിലും മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ അന്വേഷണ റിപ്പോർട്ട് മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചതോടെ ദിലീപ് രംഗത്തെത്തി. മെമ്മറി കാർഡ് പരിശോധനാ റിപ്പോർട്ട് എങ്ങനെ മാധ്യമങ്ങൾക്ക് കിട്ടി? അത് അതിജീവിതയ്ക്ക് മാത്രമാണ് നൽകിയതെന്നും ദിലീപ് ഹൈക്കോടതിയിൽ ആരോപിച്ചു. വസ്തുതാന്വേഷണ റിപ്പോർട്ട് രഹസ്യ റിപ്പോർട്ടല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയതോടെ ദിലീപിന് വലിയൊരു തിരിച്ചടി തന്നെയായി. അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് തനിക്ക് നൽകണമെന്ന ദിലീപിന്റെ ആവശ്യം കോടതി മുന്നേ തള്ളിയിരുന്നു. അത് അതിജീവിതയ്ക്ക് നൽകാനുള്ള ഉത്തരവും പുറത്തു വന്നിരുന്നു. അതേസമയം ജഡ്ജി ഹണിയം വർഗീസ് സമർപ്പിച്ച റിപ്പോർട്ട് കുറ്റക്കാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതാണെന്നും അത് തള്ളണമെന്നും ഹൈക്കോടതിയിൽ അതിജീവിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാക്ഷിമൊഴികൾ എല്ലാം തന്നെ അതിജീവിതയ്ക്ക് ലഭിക്കേണ്ടതാണെന്നും അതിജീവിതയുടെ ആവശ്യം നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. അതിജീവിതയുടെ ആവശ്യങ്ങൾ നിരസിക്കാൻ കാരണങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് K. ബാബു മറ്റാവശ്യങ്ങളിൽ മെയ് 30-ന് വാദം കേൾക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ നിരവധി പേരാണ് നടിക്ക് സപ്പോർട്ടും പ്രാർത്ഥനയുമായി എത്തിയിരിക്കുന്നത്. സത്യങ്ങളെല്ലാം ഒരിക്കൽ പുറത്തു വരുമെന്നത് ഉറപ്പ് തന്നെയാണെന്ന മാനസിക പിന്തുണയും ആളുകൾ നടിക്ക് നൽകുന്നുണ്ട്.